ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സങ്കീർത്തനങ്ങൾ 85 അധ്യായം അതിൻ്റെ 11 വാക്യമാണ്. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ് വിശ്വാസം. തീർച്ചയായും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വാക്കും കൂടെയാണ് വിശ്വാസം എന്നത്. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നത്രേ. തീർച്ചയായും വിശ്വാസത്തോടെ ജീവിക്കുകയും വിശ്വാസത്തോടെ അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ട് വരിക. വിശ്വാസം എന്ന വാതിലിൽ കൂടെയാണ് യാഥാർത്ഥ്യം എന്ന മുറിയിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വഴിയും വാതിലും യേശു തന്നെ. എന്തിനാണ് വിശ്വാസത്തെ വഴിയായി വിശേഷിപ്പിച്ചത് എന്ന് വച്ചാൽ, നമ്മുടെ നിലപാടുകളുടെയും നമ്മുടെ ശൈലികളുടെയും ഭാഷാപ്രയോഗത്തിൻ്റെയും ഒക്കെ അർത്ഥത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് വിശ്വാസത്തെ വഴിയായി വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ന് നാം ചിന്തിക്കുവാനായി പോകുന്നത് വിശ്വസ്തത എന്ന വിഷയമാണ്, അഥവാ വിശ്വസ്തർ. വിശ്വാസിയും വിശ്വസ്തനും തമ്മിൽ എന്താണ് വ്യത്യാസം? ആത്മീയ ഗോളത്തിലെ ഭാഷയുടെ പ്രയോഗാർത്ഥത്തിലാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തെ വിശ്വസിക്കുന്നവൻ വിശ്വാസി, എന്നാൽ ദൈവം വിശ്വസിക്കുന്നവൻ അവൻ വിശ്വസ്തൻ. ശാന്തമായി സ്വയം വിലയിരുത്തിക്കൊണ്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മെ വിശ്വസിക്കുവാൻ ദൈവത്തിന് സാധിക്കുമോ? എന്തുകൊണ്ട് ദൈവം നമ്മെ വിശ്വസിക്കണം? ഒരു വിശ്വാസി എന്ന നിലയിൽ ആയതിനു ശേഷവും നമ്മുടെ ചിന്തകളും പ്രവർത്തന ശൈലിയും അത് വിശ്വസനീയമാണ്. ഓർക്കുക, ദൈവത്തിന് തൻ്റെ വേല ഈ ഭൂമിയിൽ നിവർത്തിക്കുവാൻ വിശ്വസ്തരെ ആവശ്യമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളിലെ ഗൃഹവിചാരന്മാരും എന്ന് എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ലോകപ്രകാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ സർക്കാരിനോട് അവർ വിശ്വസ്തരല്ലെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ പ്രപഞ്ചത്തെ മുഴുവനായി അടക്കി ഭരിക്കുന്ന ദൈവസന്നിധിയിൽ നാം എത്രത്തോളം വിശ്വസ്തരായിരിക്കണം? അപ്പോസ്തലനായ പൗലോസ് താൻ കർത്താവിൽ ജനിപ്പിച്ച തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്, അവൻ കർത്താവിൽ വിശ്വസ്തനാകുന്നു എന്നത്രേ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായത്തിൽ താലന്തുകളുടെ ഉപമ യേശു പറയുമ്പോൾ അവിടെ പറയുന്നു, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ 10 പട്ടണത്തിന് വിചാരകനാക്കും. നമ്മുടെ ഉൾക്കാഴ്ചകളെയും നിലപാടുകളെയും നമ്മേക്കാൾ നന്നായി തിരിച്ചറിയുന്നത് ദൈവമാണ്. നാം ദൈവത്തോടുകൂടെ നടക്കുന്നു എന്ന് കരുതിയാൽ മാത്രം പോരാ, ദൈവം നമ്മെ ശരിയായി തിരിച്ചറിയുന്നു എന്ന് സ്വയം ഓർക്കുക. വെളിപ്പാട് പുസ്തകം 17-14 ആശയം, അവനാണ് നമ്മെ തിരഞ്ഞെടുക്കുന്നത്, അവനാണ് നമ്മെ വിശ്വസ്തരെന്നുള്ളത്. അപ്പോഴാണ് നാം അവൻ്റെ വിശ്വസ്ത പോരാളികളാവുക. ഓർക്കുക, ദൈവം വിശ്വസിക്കുന്നവരാണ് വിശ്വസ്തർ. നീതിമാനായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് വിശ്വസ്തരെയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയ് EV.